ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പാടത്തിട്ട് അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറയാം. ബാ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. വലിയ കോറ സംഭവം. ഇത് എന്തോ പ്രശ്നമായിട്ട് കൂട്ടിയത്. അപ്പം അതിനിങ്ങോട്ട് വാ. സംഭവം കുറേ പറയാനുണ്ട്. കൊറോണയുടെ സമയത്ത് ഞങ്ങളെല്ലാം എല്ലാവരും ഒന്നിച്ചിടുന്നത്, പിന്നെ കളിക്കാൻ വന്ന് ഞങ്ങൾ റീലാക്കിയത് എല്ലാം ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് പോലീസാ അങ്ങനെ ആർക്ക് വരാനൊന്നും കഴിയില്ല. അത് ഒരു അടച്ച സ്ഥലം പോലെ. ഇവിടെ ഫുട്ബോൾ ഉണ്ടായത് നമ്മൾ അങ്ങ് ആടുന്ന കുറേ റീലെല്ലാം ഇട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഭയങ്കര നിഗൂഢമായിട്ടുള്ള സ്ഥലം. കുറേ ആൾക്കാർ മരിച്ചില്ല അവിടെ. അതിനൊരു കുറേയുണ്ട്. കുറേ വെച്ച് വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരാൾ മരിക്കലും ചെയ്തു. ഞാനായിരുന്നു മെയിൻ പ്ലെയർ ഫുട്ബോൾ. കണ്ടൻ ലീഗിലത്തെ സ്റ്റാർ എന്നെല്ലാം പറഞ്ഞില്ലേ, അത് ഇത് രാഹുൽ അങ്ങോട്ടുണ്ട്. അത് ദീപേഷ്. അങ്ങനെ കുറേ സമയം കാണിക്കണമെന്നില്ല. പിന്നെ ആടുന്ന് ഞങ്ങൾ കുറേ വീഡിയോ ആ സമയത്ത് നമ്മൾ ആടുന്ന് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ടിക്ടോക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സമയം. ആടുന്ന് ഇതിടുന്ന് പിന്നെ അങ്ങ് ആടപ്പുറത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഫുള്ള് കാടായതുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ അങ്ങനെ അത്ര കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് ഡേഞ്ചർ ഇല്ല. അമ്മയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങലുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നടക്കില്ല വെച്ചാൽ മഴയുണ്ട് ജാറും. പിന്നെ ആടെ അപ്പുറത്തൊരു ചെറിയൊരു കുളം പോലെയുണ്ട്. ബാർക്കിക്കുക കുളം കാണാൻ. കുളം അത്യാവശ്യം നല്ല നീറ്റുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ആ സൈഡിലേക്ക് കുറച്ച് ഇങ്ങോട്ടോ ഇവിടുന്ന് തട്ടുക. ആ സൈഡിലേക്ക് കുറച്ച് മറ്റേ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വെള്ളത്തിനകത്ത് പ്രശ്നമില്ല. കാണാൻ നല്ല രസമുണ്ട്. തവള ഇതെന്തോ സ്റ്റേ വന്നിട്ട് പൂട്ടിപ്പോയ ഒരു കോറ. മീൻ അന്ന് ഞങ്ങൾ ഒരു 3-4 കൊല്ലം മുമ്പ് വരുമ്പോഴേക്ക് ഇവിടെ മീനെല്ലാം ഉണ്ടായി. ഇപ്പോൾ മീനുണ്ടോയെന്ന് അറിയില്ല. മൊത്തം തവള മാത്രമില്ല. അപ്പോൾ ഇങ്ങോട്ടോ താമരായിട്ട് പച്ച മീനിൽ ചത്ത് വെള്ളം നനച്ച് വെള്ളത്തിൻ്റെ വെള്ളം ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല നീറ്റായിട്ടുണ്ട്. അങ്ങതാ ഈ ഭാഗത്തേക്ക് മാത്രം കുറച്ച് ആളുണ്ടാവും. ബാക്കിയെല്ലാം മുട്ടിൻ്റെ അത്രയും ഉണ്ടാവും. ഇവിടെ ഒരു നിഗൂഢമായിട്ടൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട്. അത് സംഭവിച്ചാൽ ഇവിടുന്ന് എത്രപ്പാ 6 ആളായിട്ടാണ് ഇവിടുന്ന് മരിച്ചത്. അയാളെന്തെല്ലോ അങ്ങനെ കാര്യം കൊണ്ട് അങ്ങനെയല്ല മരിച്ചത്. കറക്റ്റ് സംഭവം ഒന്നും നമുക്കറിയില്ല. നമ്മളെ ചെറിയ പ്രായത്തിൽ മരിച്ചത് അതുകൊണ്ട് നമുക്കതറിയില്ല. നമ്മൾ കേൾവി മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയുന്നില്ല. അങ്ങോട്ടെല്ലാം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള നിൽക്കുന്ന സ്ഥലം അതാണ്. നാടെല്ലാം കണ്ട ആ ഒരു മരമുള്ളൊരു സ്ഥലം. ആടെല്ലാം പെട്ടെന്ന് എപ്പോഴും ഇടിഞ്ഞിട്ട് വീണെന്ന് പറയാനില്ല. നമ്മളെ ക്യാമറ വേണം കേട്ടോ. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.